ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പഴയ സാരികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. അതല്ല പ്ലെയിൻ സെറ്റ് സാരിയാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, വേഗം എടുത്തോണ്ട് വന്നോളൂ. നമുക്ക് ആ ഒരു പ്ലെയിൻ സെറ്റ് സാരി അടിപൊളി സാരി ആക്കിയിട്ട് മാറ്റാം. ഈ ഓണത്തിന് നിങ്ങൾക്ക് തന്നെ താരമാവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ സെറ്റ് മുണ്ടാണ്. ഇനി ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുള്ളത് ഇതുപോലൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് കളേഴ്സാണ് എടുക്കുന്നത്. റെഡ് കളറും ഗ്രീൻ കളറും എടുക്കുന്നുണ്ട്. ഞാനൊരു വൈറ്റ് കളർ കൂടിയിട്ട് എടുക്കുന്നുണ്ട്. അതൊരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മൂന്ന് ഐറ്റംസുമാണ് മെയിനായിട്ട് വേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ബ്രഷും കൂടിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബ്രഷ് കയ്യിലില്ലാത്തവർക്ക് അതെങ്ങനെ ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയിട്ട് ഞാൻ വഴിയെ പറയാം. ഇനി സാരിയുടെ ഏത് ഭാഗത്താണ് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യേണ്ടുള്ളത് അത് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഞാൻ ഇതുപോലൊരു ടേപ്പ് ആ ഒരു ബോർഡർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഒരു സ്പ്രെഡ് വർക്കാണ്. അപ്പോൾ അത് ബോർഡറിലോട്ട് ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ ഒന്നും ബോർഡറിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നീളത്തിൽ ഈ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ സാരിയുടെ അടിയിലായിട്ട് ഒരു ബ്രൗൺ കളർ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്താണ് സാരി ഇതുപോലെ വിരിച്ചിട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേപ്പറുകൾ ഇതുപോലെ അടിയിൽ വിരിച്ചിടുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാരിയിൽ ചെയ്യുന്ന ആ ഒരു പെയിൻറ്റിങ് ഉണ്ടല്ലോ, അത് മുഴുവൻ അടിഭാഗത്ത് തറയിലെല്ലാം ആവും. ഇനി ഇതുപോലൊരു ബൈൻഡ് എടുക്കുക. ഞാനിവിടെ ഒരു പഴയ വെഡ്ഡിങ് കാർഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പേപ്പറിലേക്ക് ആദ്യം കുറച്ച് റെഡ് കളർ പെയിൻറ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ റെഡ് കളർ പെയിൻറ്റിലേക്ക് കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പിങ്ക് കളർ ഷെയ്ഡ് കിട്ടും. ഈ രണ്ട് കളേഴ്സും മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബഡ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് അല്ലെന്നുണ്ടെങ്കിൽ ഈർക്കൽ എന്ത് ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കളർ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തുണിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം, അതായത് നമ്മുടെ ആ ചുരുട്ടിയ പേപ്പറിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ആ ഒരു പെയിൻറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാനിവിടെ ബഡ്സിനകത്തുണ്ടായിരുന്ന ആ ഒരു പെയിൻറ്റ് ആ പേപ്പറിലോട്ടൊക്കെ നാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ആ പെയിൻറ്റിൽ മുക്കിയിട്ട് ആദ്യമേ ഞാൻ ആ ഒരു കാർഡ് ബോക്സിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ തുണിയിലേക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പം ആ ഒരു എൻഡ് ഭാഗം മുതൽ നമ്മളിവിടെ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തുണിയിലൊക്കെ പെയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ മിക്ക പേർക്കുള്ളൊരു സംശയമാണ്, ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഈ ഒരു പെയിൻറ്റ് ഇളകി പോകുമോ അല്ലെങ്കിൽ കളർ സ്പ്രെഡ് ആവുമോ എന്നൊക്കെ ഉള്ളത്. കളറൊന്നും സ്പ്രെഡ് ആവില്ല, വാഷ് ചെയ്താൽ പോകത്തുമില്ല. അങ്ങനെ പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം അതൊന്നും ഉണങ്ങുമല്ലോ, നമ്മൾ ചെയ്ത ആ ഒരു പെയിൻറ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് സാരി തിരിച്ചിടുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഈ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈന് അതിൽ നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും. നമ്മൾ കഴുകിയാലോ ഒന്നും പോകത്തില്ല. ഇത് കാണുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതൊക്കെ ഒരു ഡിസൈനാണോ എന്ന്. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് പകരം പുതുമയോടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തെടുക്കുന്നതല്ലേ നല്ലത്. എല്ലാവരും പൂക്കളുടെയും മറ്റൊക്കെ ഡിസൈനുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലാകത്തില്ല. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോഴായിരിക്കും ഇതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. നിങ്ങൾ ഒരു സാരിയിൽ ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വെയർ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ആ ഒരു ഭംഗി കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. ഇനി ഈ പെയിൻറ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ഭാഗത്ത് ചെറിയ രീതിയിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഇലകൾ കൂടിയിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇലകൾ വരയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ കാണിച്ച ബ്രഷാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ഇലകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അതായത് ഇലകൾ കൊഴിഞ്ഞ് വീഴില്ലേ, അതേ കണക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇലകൾ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബ്രഷ് ഇല്ല, ഇലകൾ വരയ്ക്കാൻ അറിയില്ല എന്നുള്ളവർക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിന് മുന്നേ നമ്മുടെ ഒരു പ്ലെയിൻ സാരി ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഇന്നത്തെ ദിവസം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കാണാൻ ആഗ്രഹമുള്ളവർ കയറി കാണുക. ഇനി ബ്രഷ് ഇല്ലാത്തവരാണെങ്കിൽ, അതല്ല ഇതുപോലുള്ള ഇത് വരയ്ക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഇല എടുക്കുക. ഞാനിവിടെ കറിവേപ്പിലയുടെ ഒരു തണ്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ഇലയിലേക്ക് ഇതുപോലെ പെയിൻറ്റ് എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം. അത് ഈ പെയിൻറ്റ് നമുക്ക് ഈ ബ്രഷ് വെച്ച് തന്നെ ഇതുപോലെ ആക്കി കൊടുക്കണമെന്നില്ല. ബഡ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പോഞ്ചോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇലയിലേക്ക് പെയിൻറ്റ് ആക്കി കൊടുത്താൽ മതി.
എന്നിട്ട് ആ ഒരു ഇല ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ആ പെയിൻറ്റ് നമ്മൾ കൊടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ആ ഒരു ഇലയിൽ ഇതുപോലെ ഒന്ന് ബാക്ക് സൈഡിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതിയെ ആ ഇലയൊന്ന് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇലയുടെ ഷേപ്പ് അവിടെ നല്ല രീതിയിൽ തന്നെ കിട്ടും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇലയുടെ നീളവും വീതിയും ഒക്കെ കൂട്ടാൻ ഞാൻ ആദ്യം വരച്ചു കൊടുത്തത് കുഞ്ഞു കുഞ്ഞു ഇലകളാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു കറിവേപ്പിലയുടെ ഒരു ഇല വെച്ചിട്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി വലിയ ഇലയാണ് വന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിക്ക് ചെയ്തെടുത്തത്. ഇനി വീണ്ടും ഇതേ കണക്ക് നമുക്ക് ഇലകൾ ചെയ്തെടുക്കാനായിട്ട് വീണ്ടും ഇലയിൽ നമ്മൾ പെയിൻറ്റ് ഇതുപോലെ ഇതാക്കിയതിന് ശേഷം മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അവിടെ ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ഈ ഒരു ഭാഗത്തെ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ സാരിയുടെ ആ ഒരു മുന്താണി ഭാഗത്തും താഴ്ഭാഗത്ത് ആ ബോർഡറിൻ്റെ ആ ഏരിയ ഉണ്ടല്ലോ അവിടെയും ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ സാരിയുടെ ബാക്കി ഭാഗത്തോട്ട് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒട്ടിച്ച് വെച്ച ആ ഒരു ടേപ്പ് ഉണ്ടല്ലോ ആ ടേപ്പ് ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കുക. കാരണം ആ ഒരു ടേപ്പിൽ ആ ഒരു ടേപ്പ് മാറ്റിയപ്പോൾ കണ്ടില്ലേ ആ ഒരു ബോർഡർ ഭാഗത്തുനിന്ന് നമ്മുടെ ആ ഒരു സ്പ്രെഡ് വർക്ക് വന്നിട്ടില്ല. നമ്മൾ ടേപ്പ് ഒട്ടിച്ചത് കൊണ്ടാണ്. ടേപ്പ് ഒട്ടിക്കാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ ആ ഒരു ബോർഡർ ഭാഗത്തും കൂടെ ഈ ഒരു സ്പ്രെഡ് വർക്ക് വരും. അത് ബോറാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തത്. ഈ ഒരു സ്പ്രെഡ് വർക്കും ലീഫ് ഡിസൈനും ഫുള്ളായിട്ട് നമ്മുടെ സാരിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും കിട്ടുന്നത്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനായിട്ട് തോന്നുന്നില്ലേ? എന്നാലും നമ്മൾ ചെയ്തെടുത്ത രീതി വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.